ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ബാല എലിസബത്ത് ഇത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ അവരെ പറ്റിയുള്ള ചർച്ചകൾ നടത്തുന്നതായിട്ടും കാര്യങ്ങൾ പറയുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എല്ലാവരും ബ്ലെയിം ചെയ്യുന്നത് ബാലയെ മാത്രമാണ്. ബാല മാത്രമല്ല ഇവിടെ തെറ്റുകാരൻ, ഇവിടെ എലിസബത്തും തെറ്റുകാരി തന്നെയാണ്. പക്ഷേ അതൊന്നും ആരും പറയുന്നില്ല. കപട സ്ത്രീപക്ഷം പറഞ്ഞിട്ട് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എലിസബത്തിൻ്റെ ഭാഗത്തും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ബാല തെറ്റുകാരനാണ്, സമ്മതിച്ചു. ബാലയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ളത് സമ്മതിച്ചു. പക്ഷേ എലിസബത്ത് എന്താ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? എലിസബത്തിനെ മാത്രം എല്ലാവരും കൂടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫുള്ളി സപ്പോർട്ട് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമായിരുന്നു. അവർക്ക് നീതിയും ഒരുപക്ഷെ കിട്ടിയേനെ. പക്ഷേ ഇവരിപ്പം എല്ലാം കഴിഞ്ഞിട്ട് അയാൾ കല്യാണം കഴിച്ച് ഭാര്യയുമായിട്ട് ജീവിക്കുന്ന സമയത്ത് വന്ന് പറയുമ്പം എനിക്കെന്തോ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എലിസബത്തിൻ്റെ ഭാഗത്ത് കുറേ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. എലിസബത്ത് ഒന്നാമതേ നേരത്തെ തന്നെ കല്യാണം കഴിച്ച് ബന്ധം വേർപെടുത്തിയ ഒരാളാണ്. 2-3 മാസം എങ്ങാണ്ടേ അവരുടെ കല്യാണം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരുടെ വിവാഹബന്ധം വേർപെട്ടു, ഇല്ലെങ്കിൽ അവർ സെപ്പറേറ്റഡായി എന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം ഈ ഒരു എലിസബത്ത് തന്നെയാണ് ഫേസ്ബുക്ക് വഴി ബാലയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അയാളോട് പ്രണയം തോന്നി എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചത്. അപ്പോൾ പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അയാളെ പറ്റിയിട്ട് പലതും അറിയാനായിട്ട് ശ്രമിക്കണമായിരുന്നു. പിന്നെ ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളെ പറ്റി അറിയാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം പബ്ലിക് ഡൊമൈനിൽ കിടപ്പുണ്ട്. പിന്നെ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ തന്നെ അത് അന്വേഷിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. അങ്ങനെയൊന്നും ചെയ്യാതെ പോയി ചാടിക്കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ പുള്ളി പറഞ്ഞു 42 വയസ്സാകുമ്പോഴേ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ലീഗലി മാരീഡ് നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം അതിനുശേഷം കിട്ടിയാൽ മതിയായിരുന്നല്ലോ. എന്തിനാണ് പോയി ഓടിച്ചാടി അവിടെ ഒരു ലിവിങ് ടുഗദർ പോലെ കഴിഞ്ഞുകൂടിയത്? ഇങ്ങനെ ലിവിങ് ടുഗെദർ എന്നുള്ള ഒരു സമ്പ്രദായത്തിന് പോകുന്ന ആളുകൾക്കെല്ലാം ഇതൊരു പാഠമാണ്. എലിസബത്തിൽ നിന്ന് വലിയ പ്രചോദനം ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു കാര്യവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് പെൺകുട്ടികൾക്ക് സാധിക്കും. കാരണം എല്ലാവർക്കും ഒരു പാഠമാണ്. ഈ ലിവിങ് ടുഗെദർ എന്നൊക്കെയുള്ള കാര്യത്തിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധം വേർപെടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാശോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് ലഭിക്കുന്നതായിട്ടുള്ള യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കില്ല എന്നുള്ളതാണ്. കാരണം ലിവിങ് ടുഗെദർ ആണ്, അത് ലീഗലി മാരീഡ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും ഇല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടപരിഹാരം കൊടുക്കുന്ന പോലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയില്ല. പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ആരെങ്കിലും കൊടുത്തു എന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം എന്നേ പറയാനുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നവർ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഓടിച്ചാടി പോയിട്ട് കല്യാണം കഴിക്കാതെ ഒരാളുടെ കൂടെ ജീവിച്ചാൽ ഇതായിരിക്കും ഫലം എന്ന് തന്നെ മനസ്സിലാക്കുക. പിന്നെ എലിസബത്ത് പോയിട്ട് പേടിച്ചിട്ടാണ് അവിടെ നിന്നത്. അയാൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ വളരെ മോശം വ്യക്തിയാണ്. ബാത്റൂമിൽ പോകുന്ന സമയത്ത് ആളെ കൂടെ കയറ്റി വിട്ടു, അവരുടെ റൂമിലേക്ക് കടന്നു വന്നു വേറൊരാളുമായിട്ട് എന്നൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെയാണ് എലിസബത്ത് ഇരുന്ന് പറയുന്നത്. റൂമിലേക്ക് എനിക്ക് തോന്നുന്നു, ആ റെക്കോർഡ് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ ബാലയ്ക്ക് ലിവർ കൊടുത്ത ആളാണ് കയറി വന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ്. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ മുറിയിലേക്കോ വീട്ടിലേക്കോ ഒക്കെ രാത്രി വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കാറുണ്ട്. അതെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടെ ബാല അവരെ വഴക്ക് പറയുന്നതായിട്ടോ തെറി പറയുന്നതായിട്ടോ അടിക്കുന്നതായിട്ടോ അങ്ങനെയൊന്നും ഉള്ള ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അങ്ങനെയൊന്നും അതിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. നീ എന്നെങ്കിൽ പുറത്ത് പോകുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഞാനിവിടെ കല്യാണം കഴിച്ച് വന്നതാണ്, വലിയ കയറി വന്നതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അതെന്താണ് ആ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം റാൻഡംലി സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് വീട്ടിൽ ഇതൊക്കെ. അപ്പോൾ തന്നെ ഫോൺ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാനായിട്ട് എല്ലാം സജ്ജീകരിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ കാണുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുന്നു. ഇതൊക്കെ ഇനി നാളെ എന്തെങ്കിലും ഒരു തെളിവായിട്ട് കാണിക്കാം എന്നുള്ള രീതിക്കാണോ എലിസബത്ത് ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്താണ് ഇതിൻ്റെയൊക്കെ പുറകിലുള്ള കാര്യങ്ങളെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അയാളെപ്പറ്റി വളരെ മോശം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഒരുപാട് ആളുകളുണ്ട് 2-3 മാസം, ഇപ്പോൾ എലിസബത്ത് പോലും 2-3 മാസം ഒരാളുടെ കൂടെ കല്യാണം കഴിച്ച് ജീവിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അവർ സെപ്പറേറ്റഡ് ആകുകയാണ് ചെയ്തത്. അപ്പോൾ 2-3 മാസം ഇയാളുടെ കൂടെ ജീവിച്ചപ്പോൾ തന്നെ അറിയാം ഇയാളൊരു രോഗിയാണെന്നും ഇല്ലെങ്കിൽ ഇയാളുടെ സ്വഭാവം ഇന്നതാണെന്നും ഒക്കെ. അപ്പോൾ തന്നെ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങൾ പറയണം. പേരൻസിനോടും സിബ്ലിങ്സിനോടും ഒക്കെ പറയണം. അവരെന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളല്ലേ, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചറും അല്ലെങ്കിൽ ഡോക്ടേഴ്സും ഒക്കെയാണ് അവരുടെ വീട്ടിലുള്ളത്. ബ്രദേഴ്സ് ഒക്കെ ഡോക്ടറാണ്. അതുപോലെ തന്നെ അവരുടെ പേരൻസൊക്കെ ആണെങ്കിലും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അവരോട് വന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുമായിരുന്നല്ലോ. എന്തുകൊണ്ട് വന്ന് പറഞ്ഞില്ല? ഇത്രയൊക്കെ എന്തിനു സഹിച്ചു? അപ്പം നിങ്ങളിൽ നിന്ന് എന്തുവാണ് പ്രചോദനം ഉൾക്കൊള്ളേണ്ടത്? ഇങ്ങനെയൊക്കെ പോയി നിന്ന് നമ്മൾ സഹിക്കണം എന്നുള്ളതാണോ?
കൊല്ലും എന്ന് പേടിച്ചിട്ട്. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ? വെറുതെ വന്ന് ഒരാൾ അങ്ങ് കൊല്ലുക എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുമ്പം വന്ന് കൊന്നു കഴിഞ്ഞാൽ ആരും ബാലയൊന്നും ചെയ്യത്തില്ലെന്നാണോ? അല്ലെങ്കിൽ കേരള പോലീസ് മുഴുവനും ബാലയുടെ പോക്കറ്റിലാണെന്നാണോ? അല്ലെങ്കിൽ കേരള പോലീസ് ബാലയുടെ അടിമകളാണെന്നാണോ എല്ലാവരും പറഞ്ഞു വരുന്നത്? അങ്ങനെയൊക്കെയാണോ ഇവിടെ സംഭവിക്കുന്നത്? എന്നിട്ട് ഇപ്പം ഒരു കപട സ്ത്രീപക്ഷവാദികളായിട്ട് കുറേ യൂട്യൂബേഴ്സും ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ എലിസബത്തിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുക. എലിസബത്തിനോട് എനിക്ക് യാതൊരു ദേഷ്യമോ വിഷമോ ഒന്നുമില്ല. പക്ഷേങ്കിൽ അവരുടെ ഭാഗത്ത് ന്യായമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ന്യായമുണ്ടായിരുന്നെങ്കിൽ വനിതാ കമ്മീഷനൊക്കെ സ്വമേധയാ കേസെടുത്തേനെ. ഇത് അങ്ങനെ ന്യായമെന്ന് പറയാനായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ എവിഡൻസ് ഇല്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും അവർ സ്വമേധയാ കേസ് എടുക്കാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ നിങ്ങളാണ് പോയി കേസ് കൊടുക്കേണ്ടത്. കേസ് കൊടുക്കാതെ ഇത്രയും ദിവസം ഇരുന്നിട്ട് പിന്നെ എല്ലാ അപമാനവും സഹിച്ച് സമൂഹത്തിൽ അയാൾക്ക് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് അയാളുടെ ഇമേജ് പോകുന്നു എന്നറിഞ്ഞപ്പോൾ അയാൾ പോയിട്ട് അയാളുടെ ഭാര്യയുമായിട്ട് പോയിട്ട് കേസ് കൊടുത്തു. അപ്പോൾ അതും ഒരു കുറ്റമായിട്ടാണ് ആളുകൾ പറയുന്നത്. ബാല നേരത്തെ പോയി കേസ് കൊടുത്തത് ഇന്നതിനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇത്രയും ദിവസം അയാൾ കേസ് കൊടുക്കുന്നില്ല. അപ്പോൾ അയാൾ തെറ്റുകാരനായതുകൊണ്ടാണ് പോകാത്തത്, അയാൾക്ക് നീതി ലഭിക്കത്തില്ലെന്ന് അയാൾക്കറിയാം, അതാ പോകാത്തതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അയാൾ പോയി കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതും കുറ്റമായിട്ട് ആളുകൾ പറയുന്നുണ്ട്. എല്ലാം ഇങ്ങനെ അങ്ങ് കുറ്റമാക്കരുത്. ഒരു തമിഴത്തി ആയതുകൊണ്ട് കോകിലയ്ക്ക് ഒരു നീതിയും വേണ്ട എന്നുള്ളതാണോ? കോകിലയെ പറ്റി എന്തെല്ലാം മോശങ്ങളാണ് പറയുന്നത്. ആ കുട്ടി വേലക്കാരിയാണെന്നും അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും തമിഴത്തി ഇതേ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു കോകിലയെ പറ്റിയിട്ടും പറയുന്നുണ്ട്. എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? രണ്ടുപേർക്കും തുല്യനീതിയല്ലേ വേണ്ടിയത്? സ്ത്രീകൾക്കെല്ലാം ഒരേ നീതിയല്ലേ വേണ്ടിയത്? അല്ലെങ്കിൽ മലയാളി പെൺകുട്ടി ആയതുകൊണ്ട് എലിസബത്തിന് കുറച്ച് കൂടുതൽ നീതി മറ്റേ കുട്ടിക്ക് ഒന്നും വേണ്ട എന്നൊക്കെ ഉള്ളതാണോ? എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക. പിന്നെ ഇവിടെ അയാൾ മാത്രമല്ല ഒരുപാട് കെട്ടിയ ആളുകൾ, വേറെ ഒരുപാട് ആളുകളുണ്ട് ഇഷ്ടംപോലെ കല്യാണം കഴിച്ച് ഇങ്ങനെ നടക്കുന്നത്. അവർക്കാർക്കും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ഇപ്പോൾ ബാലയിൽ എല്ലാവരും കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അയാളോട് നമുക്ക് കെട്ടരുത്, ഇനി ഇതൊരു തുടർക്കഥ ആക്കരുതെന്ന് പറയാനേ പറ്റത്തുള്ളൂ. പക്ഷേ ആ മനുഷ്യൻ്റെ ഇഷ്ടവും സ്വാതന്ത്ര്യമൊക്കെയാണ് അയാൾ എത്ര കല്യാണം കഴിക്കണം എത്ര കല്യാണം കഴിക്കേണ്ട എന്നുള്ളത്. അയാൾ കല്യാണം കഴിക്കുമോ കല്യാണം കഴിക്കാതിരിക്കുമോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ക്യൂ നിന്ന് അയാളെ കെട്ടാൻ വേണ്ടിയിട്ട് പോയി ചെന്ന് ചാടി കൊടുക്കുന്ന പെൺകുട്ടികളെ എന്താണ് ആരും ഒന്നും പറയാത്തത്? അവരെ മാത്രം നിങ്ങൾ സഹതാപത്തോടെ നോക്കുക, അവരുടെ വശം മാത്രം പറയുകയും ചെയ്യുന്നത് എന്തിനാണ്? അവർ ചെയ്യുന്ന തെറ്റല്ലേ? ഇങ്ങനെ ഒരാളാണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടും നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് പിന്നെ അയാളുടെ കൂടെ ഭാര്യയാകാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനുശേഷം വന്നിരുന്ന് കരയുന്നതിനോട് ഒട്ടും യോജിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് വളരെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ കുട്ടി പേടിച്ചിട്ടായിരുന്നു, അതായത് എന്ത് പേടി? ഇപ്പം കാണിക്കുന്ന ധൈര്യം അന്ന് കാണിച്ച പോരായിരുന്നു. ഇപ്പം ധൈര്യം കാണിച്ചിട്ട് സ്വന്തം വീട്ടിൽ ഇരുന്നിട്ട് ധൈര്യം കാണിച്ചിട്ട് ആരെങ്കിലും കൊല്ലാനോ തിന്നാനോ ഒന്നും ചെല്ലുന്നില്ലല്ലോ. അപ്പോൾ അന്നും അതേപോലെ തന്നെ സ്വന്തം വീട്ടിൽ വന്നിരുന്നിട്ട് ബ്രദേഴ്സിനോടും അതേപോലെ തന്നെ പേരൻസിനോടും കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് കാര്യങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർക്കാവുന്നതേ ഉള്ളായിരുന്നു അല്ലേ? ഇൻ്റർവ്യൂ ചെയ്ത് കഴിയുന്ന സമയത്ത് ഇതെല്ലാം ആളുകളും ഏറ്റുപിടിക്കും. മെയിൻ സ്ട്രീം മീഡിയ ആണെങ്കിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലാവരും ഏറ്റുപിടിക്കും. ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും സംസാരിക്കാനായിട്ടുണ്ടായേനെ. പക്ഷേ ഇപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നാത്തത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇൻറ്റൻഷൻ ശരിയാണെന്ന് തോന്നാത്തത് കൊണ്ടാണ്. കോകിലെ വിവാഹം കഴിച്ചതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇരുന്ന് പറയുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനും കൂടെ നോക്കിയില്ലേ? നിങ്ങളിത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിക്ക് കല്യാണത്തിലേക്ക് എടുത്ത് ചാടേണ്ടി വരത്തില്ലായിരുന്നു. ഇപ്പോൾ അവർ കല്യാണം കഴിക്കുന്ന അവർ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. അവർ കല്യാണം കഴിച്ച വ്യക്തി ഇത്ര മോശമാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പം അവർക്കത് വിഷമാകത്തില്ലേ? ഇനി അവർക്കുണ്ടായിരിക്കുന്ന ആ കുടുംബജീവിതം കൂടെ തകർക്കാൻ നോക്കുന്ന പോലെ ആയി പോകത്തില്ലേ? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എലിസബത്തിന് നല്ലൊരു പ്രൊഫഷനുണ്ട്, ഒരു ഡോക്ടറാണ്, എന്ത് പേടിക്കാനാണ്? നിങ്ങൾ ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു ലേഡിയാണെന്ന് പറയുന്നു, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയുന്നു. പിന്നെ അതേപോലെ തന്നെ ബാല ഭയങ്കര മോശക്കാരനായ ഒരു വ്യക്തിയാണെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും മോശക്കാരനാണെന്ന് നിങ്ങൾ പറയുമ്പം ആ മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയത് നല്ലതെന്ന് ഓർത്ത് സമാധാനിക്കുകയല്ലേ വേണ്ടിയത്? പിന്നെ അയാളെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങൾ അയവർക്ക് എന്നും വീഡിയോ ഇടുകയും അയാളെ പ്രകോപിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യം എന്തായിരുന്നു? അയാളിപ്പോൾ കേസ് കൊടുത്തത് എന്തുകൊണ്ടും നല്ലതായി. ഇപ്പോൾ എല്ലാവരുടെയും വായൊക്കെ അടഞ്ഞല്ലോ. ഇപ്പോൾ എലിസബത്തിനും ഒന്നും പറയണ്ട, ചെകുത്താനും ഒന്നും പറയണ്ട, പിന്നെ വേറെ യൂട്യൂബേഴ്സിനും ഒന്നും പറയണ്ട. ചെകുത്താനാണ് ഇതിൻ്റെ മെയിൻ വില്ലൻ. ചെകുത്താൻ പോയിട്ട് എലിസബത്തിനെ ഇളക്കി വിട്ടതാണ് ഇങ്ങനെയൊക്കെ പറയൂ എന്ന് പറഞ്ഞിട്ട് എന്നാണ് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം
ഈ ഒരു നമ്മുടെ ബാല, എലിസബത്ത് ഇവരൊക്കെ പോയിട്ട് ഒരു ദിവസം ചെകുത്താൻ്റെ വീട്ടിൽ പോവുകയും അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ചെകുത്താൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ചെകുത്താൻ എല്ലാവരെയും പറ്റി വായി തോന്നുന്ന വിളിച്ച് പറയും. ഈ അടുത്തിടെ പോലും മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടനെ പറ്റിയിട്ട് എന്തെല്ലാം വൃത്തികേടുകളാണ് പറഞ്ഞത്. സിദ്ദിഖുമായിട്ട് ഒരു വേദി പങ്കിട്ടു എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് തെറിയൊക്കെ വിളിച്ചുകൊണ്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടനെ പറ്റിയിട്ട് ഈ ഒരു ചെകുത്താൻ വന്നിരുന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മോഹൻലാലിനെയൊക്കെ എത്ര കാലമായിട്ട് പറയുന്നു. അങ്ങനെ ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ മത നേതാക്കളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്സിലുള്ള പൊളിറ്റീഷ്യൻസിനെയൊക്കെ പറ്റിയിട്ട്, അങ്ങനെയൊക്കെ ഒരുപാട് എല്ലാവരെയും പറ്റിയിട്ട് വളരെ മോശമാണ് പറയുന്നത്. വിമർശിക്കുന്നതൊക്കെ ശരി തന്നെയാണ്, നല്ലതാണ്. പക്ഷേ ആ വിമർശനം എന്ന് പറയുന്നത് വ്യക്തിഹത്യയാണ്. വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഭയങ്കര വൃത്തികേടായിട്ടാണ് ചെകുത്താനൊക്കെ എല്ലാവരും വിമർശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെയാണ് ഈ ഒരു എലിസബത്ത് കൂട്ടുപിടിച്ചത്. അത് ബാലയോടുള്ള വൈരാഗ്യം കൊണ്ടാണ് ചെകുത്താൻ ഈ ഒരു എലിസബത്തിനെ കൂട്ടുപിടിച്ചത്. അതേപോലെ തന്നെ എലിസബത്ത് ചെകുത്താനെ കൂട്ടുപിടിച്ചതും ബാലയോടുള്ള ഒരു റിവെഞ്ച് പോലെയാണ്. ബാല ചെയ്ത തെറ്റിന് എലിസബത്ത് മാപ്പ് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. എലിസബത്ത് ചെകുത്താനോട് മാപ്പ് ചോദിക്കുന്നു, ചെകുത്താൻ്റെ ഫ്രണ്ടിനോട് മാപ്പ് ചോദിക്കുന്നു. അതൊക്കെ ബാലയെ ഒന്നുകൂടെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ബാലയെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ല, അവിടെ ഒരു തെറ്റും എലിസബത്ത് ചെയ്തിട്ടില്ല, അങ്ങനെ മാപ്പ് ചോദിക്കാനും മാത്രം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ എലിസബത്ത് തീർച്ചയായിട്ടും തെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. തെറ്റ് ചെയ്തിട്ടില്ല, അവരുടെ ഭാഗം ഭയങ്കര ക്ലിയറാണ് എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അവരെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വിഷമമുണ്ട്. പക്ഷേ ഈ ശരിയായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയേണ്ടത്. പിന്നെ ഒരു മനുഷ്യനായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്രൂവലായിട്ട് ഒരുപാട് സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. ഇത്രയധികം അയാളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് അയാൾ ആരും ചെയ്യാത്ത ഒരു തെറ്റ് ഇവിടെ ചെയ്തു വെച്ചിട്ടില്ല. ഒരുപാട് കല്യാണങ്ങളും കഴിക്കുന്നത്, ഒരുപാട് അവിഹിത ബന്ധത്തിന് പോകുന്നത്, ഒരുപാട് വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് നേതാക്കന്മാരും ഒരുപാട് നടന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവരെ എല്ലാം പറയണം, ഇല്ലാതെ ഈ ഒരു ബാലയെ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇപ്പം കിട്ടിയ ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അയാൾക്ക് തീർച്ചയായിട്ടും ചേരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അയാളുടെ ലൈഫിലും അയാൾ കുറേ പാഠങ്ങൾ പഠിച്ചു കാണും, ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തു. എന്താ തെറ്റ് എന്താ ശരിയെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത്രയും കേസും ഇത്ര വിവാദങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ തന്നെ അയാളുടെ തെറ്റും ശരി അയാളും ചിലപ്പം റിയലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ എല്ലാ കാലവും എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല. ഓരോ തെറ്റിൽ നിന്നും അവർ ശരി പഠിക്കും, പിന്നെ അവർ ആ രീതിയിൽ ജീവിതം ജീവിക്കും. ഇപ്പോൾ 2 സ്ത്രീകളും വന്നത് ഒട്ടും മെച്യൂർ അല്ലാത്ത, പക്വതയില്ലാത്ത 2 സ്ത്രീകളായിരുന്നു അയാളുടെ ലൈഫിൽ ഇതുവരെ വന്നത്. ഇപ്പോൾ ഇനി ഈ കുട്ടി വന്നിട്ടുണ്ട്, അവർ നല്ല രീതിയിൽ പോകുന്നെങ്കിൽ പോട്ടെ എന്നല്ലേ എല്ലാവരും വിചാരിക്കേണ്ടത്. ഇനി എന്തിനാണ് അവരെ തകർക്കാനും തളർത്താനും ഒക്കെ നോക്കുന്നത്? ഇത്രയധികം ആരെയും സൈബർ ബുള്ളിങ് ചെയ്യാനും ചെയ്യിപ്പിക്കാനും നിന്നു കൊടുക്കുന്നത് ആർക്കും നല്ലതല്ല. എലിസബത്തിനോടുള്ള ഒരു ദേഷ്യം കൊണ്ടൊന്നുമല്ല ഇതൊന്നും പറയുന്നത്. പക്ഷേ ശരിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ പറയണം എന്നാണ് ഞാൻ എന്നും ആഗ്രഹിക്കുന്നത്. പിന്നെ ബാല എന്ന് പറയുന്ന നടൻ അവരുടെ ജീവിതത്തിൽ നിന്ന് പോയപ്പോൾ അവർ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം അവർ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ബാല ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യൻ പോയപ്പോൾ നിങ്ങൾ സന്തോഷിക്കൂ. എന്നിട്ട് നിങ്ങളൊരു ഡോക്ടറല്ലേ, നല്ലൊരാളെ കണ്ടുപിടിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കൂ. അതിലൂടെ അയാൾക്ക് ഒരു മധുര പ്രതികാരം കൊടുക്കൂ എന്നാണ് എലിസബത്തിനോട് പറയാനുള്ളത്. അപ്പം എലിസബത്തിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഈ ഒരു ലിവിങ് ടുഗെദർ പോലുള്ള ഒരു രീതിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് ഇത് തീർച്ചയായിട്ടും ഒരു പാഠമാണ്. അവർക്ക് ഒരു വിലയും കാണില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു ആനുകൂല്യങ്ങളും ഭാര്യയുടെ പദവിയോ ഇല്ല ഭാര്യ എന്ന നിലയിൽ കിട്ടേണ്ട ആനുകൂല്യങ്ങളോ ഒന്നും അവർക്ക് കിട്ടുകയുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട്. ഇല്ലെങ്കിൽ കറിവേപ്പില പോലെ തന്നെ വലിച്ചെറിയപ്പെടും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പം എലിസബത്ത് തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നിർത്തിവെച്ച് സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി സ്വന്തം പ്രൊഫഷനുമൊക്കെ ആയിട്ട് നല്ലൊരാളെ കണ്ടുപിടിച്ച് എലിസബത്ത് ബാലയെക്കാട്ടിലും നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പറ്റട്ടെ. ഇല്ലെങ്കിൽ അത് കാണാനായിട്ടൊക്കെയുള്ള ഒരു ഭാഗ്യം നമുക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ, അല്ലേ? അങ്ങനെ മാത്രമാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പം എനിക്ക് പറയാൻ തോന്നുന്നത് നമ്മുടെ ബാല പറഞ്ഞ കാര്യം തന്നെയാണ്. ലിവ് ആൻഡ് ലെറ്റ് ലിവ്, അല്ലേ? ഈ ചെറിയൊരു ജീവിതത്തിൽ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുക, അറിഞ്ഞുകൊണ്ടൊരു തെറ്റിലും പോയി ചാടാതിരിക്കുക. അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.